ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിട്ടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ അവക്കാഡോ തൈയിൽ നമ്മളൊരു ബഡ്ഡിങ് ആണ്. ഇത് ഏകദേശം ഒരു വർഷമായ തൈയാണ്. ഈ തൈയിൽ നമ്മളൊരു കായ്ഫലമുള്ള ഇതിൽ നിന്ന് ഒരു ബഡ് എടുത്തിട്ട് ഇതിൽ ബഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാനിതൊരു കൊല്ലം കഴിഞ്ഞൊരു അവക്കാഡോ തൈയാണ്. അതിൽ നമുക്ക് ഇതിനുള്ള സാധനം എടുത്തിട്ടുണ്ട്, അതിൽ ബെഡ് എടുക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ കട്ടിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബെഡ് ചെയ്യണം. ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ ബെഡ് ചെയ്യുന്നത്. അപ്പോൾ ബഡ് വിജയിച്ചാൽ നമുക്ക് അതിൻ്റെ മോൾ ഭാഗത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഏകദേശം ഒരു 10-20 ദിവസം കൊണ്ട് നമുക്കറിയാം ബഡ് വിജയിച്ചാൽ. അതിന് വേണ്ടത് കത്തി വേണം. കത്തി ഒന്ന് സാനിറ്റൈസർ ചെയ്യുക, എന്നിട്ട് നല്ല തുണി കൊണ്ട് തുടക്കുക. നന്നായിട്ടൊന്ന് തുടക്കുക, നനവ് ഒഴിവാക്കിയിട്ട്. പിന്നെ അതിനൊരു സാധനം വേണം ബെഡ് എടുക്കാനുള്ള. അപ്പോൾ നമ്മളൊരു കായ് ഉണ്ടാകുന്ന ഒരു അവക്കാഡോ തൈ നമുക്ക് കിട്ടിയതാണ് സാധനം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് നമ്മളെ അവക്കാഡോ തൈയിലൊന്ന് ബെഡ് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ അതിനുള്ള പ്ലാസ്റ്റിക് ടൈപ്പാണ് ചുറ്റാനുള്ളത്. അപ്പോൾ നമുക്ക് തൈയിലൊരു ചെറിയൊരു കട്ടിങ് അങ്ങനെ ചെറുതായിട്ടൊരു കഷ്ണം തൊലി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു 4 ഭാഗവും ഒരു കട്ടിങ് ഇട്ടിട്ട് മെല്ലെ തൊലി തിക്കി പൊളിച്ചെടുക്കണം. വളരെ സാവധാനം ചെയ്താൽ മതി. കൈമലൊക്കെ കത്തി നല്ല ഷാർപ്പായ കത്തിയാണെങ്കിൽ കൈമലൊക്കെ തൊട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആർക്കും വീട്ടിലൊക്കെ തൈ ഇങ്ങനെ മുളപ്പിച്ചെടുത്താൽ നമുക്ക് ബഡ് ചെയ്ത് പെട്ടെന്ന് കായ്ഫലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ തയ്യാണ് ചിലപ്പോൾ 5-6 വർഷം ഇങ്ങനെ കുരുമുളപ്പിച്ച തയ്യാകുമ്പോൾ 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കായ് പിടിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സാധനം നമുക്ക് ആ ബഡ് എടുക്കണം. ഒരു കണ്ണി വെച്ച് അതിൻ്റെ മേലെയും താഴെയായിട്ട് കട്ടിങ് ഇട്ടിട്ട് നല്ല അതിൽ നിന്ന് ചെറുതായിട്ട് തിക്കി പിന്നെ കൈ കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് പൊളിഞ്ഞ് എടുത്താലും പൊളിഞ്ഞ് കിട്ടും. അപ്പോൾ 4 ഭാഗവും മോളും താഴെയായിട്ട് 2 വരടുക. പിന്നെ 2 സൈഡിൽ വരട്ടിട്ട് ചെറുതായിട്ട് കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് തെക്കി കൊടുക്കുക. എന്നിട്ട് ആ മുളം വരുന്ന ഭാഗത്തിൻ്റെ ആ കണ്ണിയെ അത് പിടിച്ചിട്ട് വന്നിട്ട് പിന്നെ മുടഞ്ഞി കൊടുത്താൽ മതി. അത് അങ്ങോട്ടും മുടഞ്ഞി കൊടുത്താൽ അപ്പം പൊട്ടി. വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാം. അവക്കാഡോയിലൊക്കെ ഏറ്റവും നല്ലത് ബഡ്ഡിങ് ആണ്. ഏറ്റവും നന്നായിട്ട് പിടിക്കുക ബഡ്ഡിങ് ആണ്. ഗ്രാഫ്റ്റിങ്ങിനെ കാണാൻ ബഡ്ഡിങ് ആണ് നല്ലത്. അപ്പോൾ 2 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് തിക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മുടഞ്ഞി കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മൾ കത്തി കൊണ്ട് തന്നെ കീറിയെടുക്കാൻ നോക്കട്ടെ. അപ്പോൾ പതുക്കെ കത്തി കൊണ്ട് തിക്കിയിട്ട് പിന്നെ ഒന്ന് മുടഞ്ഞി കൊടുത്താൽ പതുക്കെ പൊളിഞ്ഞു കിട്ടും. സാവധാനം ചെയ്യാം, കൈക്ക് പറ്റാൻ പാടില്ല. ഷാർപ്പായ കത്തിയാണെങ്കിൽ അതായത് ചെറിയ പിടിക്കാനുള്ള കുറഞ്ഞ ഭാഗങ്ങളിൽ പിടിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് കൈക്ക് തട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് പൊളിഞ്ഞ് കിട്ടി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ആ ചെടിയിലുള്ള അതിൻ്റെ നടുക്കൊരു അരിമണി പോലെ ഉണ്ടാവരുത്. അത് ഉണ്ടാവണം അതിൽ, അങ്ങനെ നമുക്ക് അതിൽ മുകളം വരും. തേപ്പ് വരണമെങ്കിൽ ആ അരിമണി പോലത്തെ ഉണ്ടാവണം. അതില്ലാത്തതാണെങ്കിൽ പിന്നെ നമുക്ക് ബഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി നമുക്ക് തൈയിൽ നിന്ന് ആ തൊലി വേറെടുത്തെടുക്കണം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാണ്. വളരെ ഈസിയാണ് ഇതിൽ ബഡ് ചെയ്യാൻ. തൊലിയൊക്കെ നല്ല ഈസി ആയിട്ട് പൊളിഞ്ഞ് കിട്ടും. കറക്റ്റായിട്ട് അവിടെ വെക്കുക.
ആ ബെഡ് അവിടെ വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ടൈപ്പ് നല്ല ടൈറ്റായിട്ട് ചീറ്റി കൊടുക്കുക. വെള്ളം കിടക്കാത്ത രീതിയിൽ നല്ല ബന്ധാക്കി ചുറ്റി കെട്ടി കൊടുക്കുക. എന്നിട്ടൊരു 10, 15, 20 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അത് വിജയിച്ചാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് വിജയിച്ചിട്ടില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. വിജയിച്ചാൽ ആ പച്ചപ്പായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കൊക്കെ വേണമെങ്കിൽ കഴിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കഴിക്കൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് കഴിച്ചു കൊടുത്താൽ മതി. മുളകൊക്കെ നല്ലോണം വിരലൊഴുകി കഴിച്ചു കൊടുത്താൽ മതി. അതാണ് നല്ലത്. അപ്പോൾ താഴത്തുനിന്ന് മേലോട്ട് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നല്ല ദിവസം ഒരാഴ്ചൻ്റെ അടുത്തൊക്കെ ആയി വീഡിയോ ഇട്ടിട്ട്. ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയിൽ മോണിറ്റൈസേഷൻ കൊടുത്താൽ ഫെയിലായി, റിജക്റ്റായി, അങ്ങനെയൊക്കെ ഉള്ള ഒരു മൂഡ് ഓഫാണ്. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ നല്ല ടൈറ്റായിട്ട് നല്ലോണം ചുറ്റിയിട്ട് ഒന്ന് നല്ലോണം കെട്ടി കൊടുക്കുക. അത്ര തന്നെ. പിന്നെ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ ആ പച്ചപ്പ് അവിടെ ഉണ്ടെങ്കിൽ, പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബെഡ് നമ്മൾ വിജയിച്ച്. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ആ ചുറ്റിയ പ്ലാസ്റ്റിക് ബെഡ് ടൈപ്പ് ഒന്ന് കഴിച്ചു കൊടുത്താൽ നല്ലോണം മുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ബെഡിങ് ഇവിടെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ആ കണ്ണിൻ്റെ അതൊന്ന് ചെത്തി കൊടുക്കുക. അത് ചെറുതായിട്ടും കട്ട് ചെയ്ത് വേണ്ട.